സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക പദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മിഖാൽ സെഹ്റയുടെ അവസ്ഥ ഭയങ്കര ശോകം തന്നെയാണ്. ദയനീയമാണ്, കഷ്ടമാണ് എന്നൊക്കെ പറയണം. കാരണം ടീമിന്റെ പരിശീലക പദവിയിൽ ഇരുന്നുകൊണ്ട് ടീമിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് എൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നൽകിയിട്ടുണ്ട്, എൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി, എൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദിയുണ്ട്, പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് വേഗം വിട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും തളർന്നു പോകും. ആ മനുഷ്യൻ വൈകാരികമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാര്യം അത് തന്നെ ആയിരിക്കും. ഇന്നാണ് പുള്ളിയെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കും എന്നതിനെ കുറിച്ച് ഒരു അറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പുള്ളിയുടെ വിദൂര ചിന്തകളിൽ പോലും അത്തരത്തിലൊരു പുറത്താക്കലിനെ കുറിച്ച് ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പുള്ളി ഇവിടെ തന്നെ തുടരും എന്നൊക്കെ വിശ്വസിച്ചിരുന്നതാണ്. പുള്ളിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് പുള്ളി 2 മത്സരങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് തെളിയിക്കാൻ പറ്റിയേനെ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പുള്ളിക്കൊരു ഒന്നും കൺവിൻസ് ചെയ്യാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. അപ്പം ഇനി മുഹമ്മദ് അൻസിനെതിരെയും ജംഷഡ്പൂരിനെതിരെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ലീഗ് റേസിലേക്ക് തിരികെ വരാമായിരുന്നു എന്നൊക്കെയുള്ള പദ്ധതികൾ ആളിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് എയർപോർട്ടിൽ വെച്ച് വൈകാരികമായിട്ട് സംസാരിച്ചപ്പം പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പുള്ളിയുടെ കൈകളിലല്ലോ എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് പുള്ളിയോട് പോകാൻ ഉള്ള പരിശീലക പദവിയിൽ നിന്ന് പുറത്താക്കുകയാണ് എന്നുള്ള തീരുമാനം അറിയിച്ചത്. അപ്പം തന്നെ പുള്ളി വിടുകയും ചെയ്തു. അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ ഒട്ടും ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒരു പുറത്താക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ ഉണ്ടെന്നെ ഈ ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾ എന്നൊക്കെ പറയില്ലേ, ഏകദേശം അത് തന്നെ. ഈ നിങ്ങൾക്ക് ഒരു വിന്നിങ് മെന്റാലിറ്റി ഉള്ള ടീമിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു മികച്ച റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു മികച്ച സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുവന്ന് ഒരു സ്റ്റേബിൾ ടീമിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, നിങ്ങളൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു പരിശീലകനെ കൊണ്ട് കൊടുക്കുന്നതിന് പകരം ഒരു പരിശീലകനെ കൊണ്ടുവന്ന് നല്ലൊരു അയാളുടെ ഫിലോസഫിക്കും സ്റ്റൈൽ ഓഫ് പ്ലേ അനുസരിച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിന് പകരം ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് പരിപാടികൾ കാണിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി പൊക്കോണമെന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ട് ആള് നന്നായിട്ട് തകർന്നു തന്നെയാണ് പോയത്.